ശബരിമല സ്വർണ്ണക്കൊള്ളിയുമായി ബന്ധപ്പെട്ട് കേസിൽ പിടിമുറക്കുന്ന ഇഡി ഇപ്പോൾ തന്ത്രി ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. വിഷ്ണു പറയൂ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ അദ്ദേഹം ഹാജരാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ രാവിലെ ഒരു 12 മണി വരെ ഇഡി ഓഫീസിന് മുൻപിൽ നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എത്തിയിരുന്നില്ല. ഒരുപക്ഷെ നാളത്തേക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നാളത്തേക്ക് ഹാജരാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഇഡി ഓഫീസിലെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധമെന്ത്, അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക നേട്ടം, ഈ തട്ടിപ്പ് വഴി സാമ്പത്തിക നേട്ടം തന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത് പ്രധാനമായും ഇഡി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുൻപിലേക്ക് ഈ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയമല്ല തന്ത്രിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതിന് മറിച്ച് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അതിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി പരിശോധന നടത്തുന്നത്. നേരത്തെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 21 ഇടങ്ങളിൽ ഇഡി പരിശോധന നടത്തിയെങ്കിലും അതിൽ തന്ത്രിയുടെ വീട് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ നേരത്തെ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നതാണ് തന്ത്രിയിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്ന്. അതിനിടയിലാണ് ഇപ്പോൾ തന്ത്രിയെ ചോദ്യം ചെയ്യാൻ ഇഡി വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങൾ തന്ത്രിയിൽ നിന്ന് ലഭ്യമാക്കാനാകുമോ എന്ന പ്രതീക്ഷയിലാണ് ഇഡി ഇപ്പോൾ ഉള്ളത്. ഇഡി ഈ തന്ത്രിയെ ഈ കേസിൽ പ്രതിയാക്കുമോ അതോ സാക്ഷിയാക്കുമോ എന്നുള്ളതും ഏറെ നിർണായകമാണ്. ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അക്കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുക. കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ എല്ലാവരെയും ഇഡി ചോദ്യം ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ഇപ്പോൾ തന്ത്രിയും ചോദ്യം മുന്നിലേക്ക് വരുന്നു. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ കേസിൽ പ്രതിചേർക്കുമ്പോൾ നടക്കുമുള്ള കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.